നാട്ടിലെത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കുടുംബത്തോടൊപ്പം ഒരു ക്ഷേത്ര ദർശനം. നമ്മുടെ പ്രശസ്തമായ മഞ്ചേരി ശ്രീ തിരുമണിക്കര ക്ഷേത്രത്തിലേക്ക് കുടുംബത്തോടൊപ്പം വന്നിരിക്കുകയാണ്. അച്ഛനമ്മ, വല്യമ്മ, ഞാൻ അനിയൻ. അമ്മ എൻ്റെ പേരിൽ മുന്നേ ഒരു വഴിപാടൊക്കെ നേർച്ചയായിട്ട് നേർന്നു വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരവ് എന്തായാലും നിർബന്ധമായിരുന്നു ആ ദിവസം. എന്നെ സംബന്ധിച്ച് ഭക്തി എന്നതിലുപരി ഇതുപോലത്തെ സോഷ്യൽ ഗ്യാതറിങ്ങും പരിപാടികളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം എനർജിയൊക്കെ തരുന്ന സന്ദർഭങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം ഒക്കെ ആകുമ്പോൾ ഡബിൾ സന്തോഷം. മഞ്ചേരിയിലെ തിരുമണിക്കര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറനാടിൻ്റെ ഗുരുവായൂർ അഥവാ വടക്കൻ ഗുരുവായൂർ എന്നൊക്കെ അറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പുരാതനവും പ്രശസ്തവുമായ ഒരു വിഷ്ണു ക്ഷേത്രം കൂടിയാണ്. ഗുരുവായൂർ സന്ദർശിക്കുന്നതിന് തുല്യമാണ് ഇവിടെ സന്ദർശിക്കുന്നതെന്നാണ് പണ്ട് മുതലുള്ള വിശ്വാസം. അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത്. ക്ഷേത്ര ദർശനം, വഴിപാടും പ്രസാദോട്ടും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി പിന്നെ ഞാനും അനിയനും കൂടി വണ്ടി എടുത്ത് അരീക്കോട് മൈജിയിലേക്ക് പോവാണ്. ട്രാവലിങ്ങും അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ തരത്തിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, റീൽസും ഷോർട്സും ഒക്കെ ഉണ്ടാക്കുക, പിന്നെ ചെറുതായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത്. സോ അതിനെ നമ്മുടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഐഫോൺ നോക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ഞാൻ വർഷങ്ങളായിട്ട് ആൻഡ്രോയിഡ് യൂസറാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഐഫോൺ എടുക്കാൻ പോകുന്നത്. കുറേ അന്വേഷിച്ച് അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്ത് അപ്പോൾ ഏതായാലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഐഫോൺ 17 എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണുള്ളത്. പക്ഷേ അരീക്കോട് നമുക്ക് സാധനം കിട്ടിയില്ല കേട്ടോ. അവിടെ ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ മിസ്റ്റ് ബ്ലൂ ആണ് വേണ്ടത്. പിന്നെ മഞ്ചേരിയിലേക്ക് വന്നു. ഇവിടെ ഇമേജിലും മൈജിയിലും ഒന്നും സാധനം ഒരു കളർ പോലും കിട്ടാനില്ല, ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക്. പിന്നെ വേറെ കുറേ കടയിൽ പിന്നെ തെണ്ടി നടക്കാനല്ലാന്ന് വിചാരിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി നമ്പർ എടുത്ത് വിളിച്ച് ചോദിച്ചു, എവിടെ അവൈലബിൾ അല്ല. രണ്ടിടത്ത് വെറും ബ്ലാക്കും വൈറ്റും മാത്രം. അങ്ങനെ ഐഫോൺ അന്വേഷിച്ച് നടന്ന ക്ഷീണം മാറ്റാനായിട്ട് ലാഡർ ഇന്ത്യൻ മാളിൽ കയറിയിട്ട് എക്കോ സിനിമ കണ്ടു. കുറേ കാലത്തിന് ശേഷം വീണ്ടും ആ മാള് ചെന്നപ്പോൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. 1-2 കടകളും പിന്നെ സിനിമാ ഹാളുകളും അല്ലാത്ത കുറേ കടകളൊക്കെ അതിൽ നിന്ന് പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. സിനിമയൊക്കെ കണ്ട് രാത്രിയായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത്താഴം പുറത്തുനിന്ന് ആക്കാം. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു അൽറസിൻ കുഴിമന്തി, അവിടെ നിന്ന് ഇനി മന്തി കഴിച്ച് ഇന്നത്തെ ദിവസം ക്ലോസ്. സോ വീണ്ടും കാണാം. ബൈ ബൈ.